താമര ചിഹ്നം. ഞാൻ സ്വതന്ത്ര ചിഹ്നത്തിൽ ഞാൻ ജയിച്ചേന് ഉറപ്പാണ്. കാരണം ഇവിടുത്തെ ഈ താമരയായിട്ട് അങ്ങോട്ട് താതമ്യം പ്രാപിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അതല്ല മോദിജി ഇതാണ് ശരി, നരേന്ദ്രമോദിജിയാണ് ശരി എന്ന് ബോധ്യത്തോടുകൂടി വന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ വികസിത കേരളം. ഇവിടെ കേരളത്തിൽ വന്ന് കേരളത്തിലെ BJP ഒന്ന് ആലോചിച്ചു, ഏതെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് വന്നു അങ്ങനെ ഈ നാണംകെട്ട തറരാഷ്ട്രീയം വല്ലതും പറയുന്നത്. PC ജോർജ്, ഇങ്ങനെയും ആളുകൾ നിറം മാറുമോ? നിമിഷ നേരം കൊണ്ടാണ് ആളുകൾ നിറം മാറുന്നത് അല്ലേ? അപ്പോൾ PC ജോർജിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഫോളോ ചെയ്ത് വെക്കണം. അപ്പോൾ PC ജോർജ് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJP കാരണമാണ് ഞാൻ തോറ്റത്, സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിപ്പോൾ അങ്ങ് നിയമസഭയിൽ അങ്ങ് പോയി മലമറിച്ച് കളഞ്ഞേനെന്നാണ് PC ജോർജ് ഇപ്പം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം BJPയെ വാനോളം പുകഴ്ത്തി നടന്നിരുന്ന ഇലക്ഷൻ കഴിയുന്ന റിസൾട്ട് വരുന്നത് വരെ BJPയെ എടുത്ത് തലയിൽ വെച്ച് പുകഴ്ത്തി അങ്ങ് നടന്ന PC ജോർജിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല അല്ലേ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ BJPക്കാരനാണ്, BJP എനിക്കെല്ലാമാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വാനോളം പുകഴ്ത്തി നടന്ന PC ജോർജ് ഇപ്പം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, BJPയിൽ നിന്നുകൊണ്ടാണ് ഞാൻ തോറ്റത്, BJPയിൽ നിന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നായിരുന്നെങ്കിൽ എന്നെ ജനങ്ങൾ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ചങ്ങ് വിട്ടേനെന്നാണ് PC ജോർജ് പറയുന്നത്. എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കല്ലേ. മനുഷ്യരിങ്ങനെ നിറം മാറുമോ അല്ലേ? അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നിപ്പം PC ജോർജിനെ BJP ഒഴിവാക്കുന്നതായിരിക്കും പാർട്ടിക്ക് BJPക്ക് ഗുണം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ അവസരം കിട്ടുന്ന സമയത്തെല്ലാം നിറം മാറി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി കളിക്കുന്നവരെ പ്രസ്ഥാനത്തിൽ നിർത്തുന്നതിനേക്കാളും നല്ലത്, പാർട്ടിയിൽ നിർത്തുന്നതിനേക്കാളും നല്ലത് എടുത്ത് വെളിയിൽ കളയുന്നേ അല്ലേ? അപ്പോൾ എന്തായാലും PC ജോർജ് പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തോറ്റത് താമര ചിഹ്നം. ഞാൻ സ്വതന്ത്ര ചിഹ്നത്തിൽ ഞാൻ ജയിച്ചേന് ഉറപ്പാണ്. കാരണം ഇവിടുത്തെ ഈ താമരയായിട്ട് അങ്ങോട്ട് താതമ്യം പ്രാപിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. അതല്ല മോദിജി വളരെ മാന്യനും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിജയമാണെങ്കിലും കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും BJPക്ക് ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. BJPയുടെ ഈ പ്രാദേശിക നേതാക്കന്മാരുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതായിരുന്നു. കാരണം അവർ ജനകീയരാകണ്ടേ. പിന്നെ ഒരു പുതിയ ഒരാൾ BJP ചെന്നാൽ അവനെ ഒരു 2ാം തരം പൗരനായിട്ട് കാണുന്ന പല മേഖലയുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് BJP ഇവിടെയുള്ള പ്രശ്നം. അതിനി മാറ്റം വരുത്തി. ഈ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് വളരെ മാന്യനാണ്. എന്നാൽ അങ്ങേരെ കൂട്ടത്തിലുള്ള പല ഭാരവാഹികളും മാന്യന്മാരല്ലതാണ്. ഇന്ന് വിളിച്ചു നോക്കാതെ പറയണോ, എനിക്ക് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് പറയുക. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പോലെ മാന്യന്മാരായിട്ട് മുഴുവൻ ഭാരവാഹികളും വന്നാൽ BJP വളരെ മുന്നോട്ട് പോകും. അത് അനധികൃത ഒരു ഭാവിയിൽ അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്താല്ല ഇങ്ങനെ നിറം മാറും ആളുകൾ. ഇലക്ഷന് മുമ്പ് വരെ, റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ PC ജോർജ് BJPയെ പുകഴ്ത്തി നടക്കുന്നത് എല്ലാം നമ്മൾ കണ്ടായിരുന്നു. പുകഴ്ത്തി വാനോളം പുകഴ്ത്തി മുട്ടും എന്നുള്ള രീതിയിലൊക്കെ എത്തി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടേനെ. ഇപ്പം പറയണം BJP പ്രവർത്തകരൊക്കെ വളരെ മോശമാണ്, BJP വെറും വേസ്റ്റ് പാർട്ടിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ പറയുന്നത്. BJPയിൽ നിന്നുകൊണ്ടാണ് ഞാൻ തോറ്റത്, സ്വതന്ത്രമായിട്ട് നിന്നായിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമെന്നാണ് PC ജോർജ് ഇവിടെ വാദിച്ചത്. ഇനി ഞാനിവിടെ ഒരു വീഡിയോ വെച്ച് തരാം. ഇതിനു മുമ്പ് PC ജോർജ്, ഇലക്ഷന് മുമ്പ് PC ജോർജ് പറഞ്ഞ എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം, നിങ്ങളത് കണ്ടു നോക്കിയേ. BJPയെ വാനോളം പുകഴ്ത്തി വയ്ക്കുന്ന PC ജോർജിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. എന്തായാലും ഇങ്ങനെ നിറം മാറുന്ന ഇങ്ങനെയുള്ള ആളുകളെയാണ് സൂക്ഷിക്കേണ്ടത്. ഒരു പാർട്ടിയിലും അടുപ്പിക്കില്ല ഇങ്ങനെയുള്ള ആളുകളെ. സീറ്റിനും കസേരയ്ക്കും മാത്രം വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇതുപോലുള്ള PC ജോർജിനെ പോലുള്ള ആളുകൾ. ഓക്കെ, എന്തായാലും ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ഞാൻ വെച്ച് തരാം. PC ജോർജ് പറയുന്നത് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ജന്മന BJP എന്ന് ഞാൻ പറയല, ഞാനൊരു 2 കൊല്ലമായിട്ട് BJP, 2 കൊല്ലം. അത് വളരെ ബോധ്യത്തോടെ നല്ലവണ്ണം പഠിച്ചതിന് ശേഷം ഇതാണ് ശരി, നരേന്ദ്രമോദിജിയാണ് ശരി എന്ന് ബോധ്യത്തോടുകൂടി വന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ വികസിത കേരളം. ഇവിടെ കേരളത്തിൽ വന്ന് കേരളത്തിലെ BJP ഒന്ന് ആലോചിച്ചു, ഏതെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് വന്നു അങ്ങനെ ഈ നാണംകെട്ട തറരാഷ്ട്രീയം വല്ലതും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ വികസിത കേരളം അതിനി ആവശ്യമാണ്. കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് മുഴുവൻ തകർന്ന് തരിപ്പണമായി നിൽക്കുക. അത് വിശ്വസിച്ച് BJPക്കൊപ്പം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്താ സംശയം? 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പഴയൊരു അക്കൗണ്ട് അല്ല, നിർണായക ശക്തിയായി നിയമസഭയിൽ അംഗത്വമുള്ള കക്ഷിയായി BJP മാറും, സംശയം വേണ്ട. 29 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളം പിടിച്ചടക്കും.
PC ജോർജും നിയമസഭയിൽ ഉണ്ടാകുമോ ഒരിക്കൽ കൂടി? BJP-യുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് PC ജോർജ് ഉണ്ടാവും? PC ജോർജിനോട് നിൽക്കാൻ പാർട്ടി നിർദ്ദേശിച്ചാൽ നിൽക്കും, അത് താമര ചിഹ്നത്തിൽ നിൽക്കും, നിന്നാൽ ജയിച്ചിരിക്കും, നിൽക്കും, ജയിക്കും. പൂഞ്ഞാറാർ ഇനി കൈവിടില്ല. അതെന്താ സംശയം? കഴിഞ്ഞവണ ചെറിയ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ്. ആ കച്ചവടം ഒന്നും ഇനി സമ്മതിക്കില്ല, ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സംശയമില്ല, നിയമസഭയ്ക്കകത്ത് നിങ്ങളെ കാണുമല്ലോ, നമ്മളെ വർത്തമാനം പറയാൻ കേൾക്കാം ധൈര്യമായിട്ട്. എന്താ അല്ല, ഇയാൾക്ക് തന്നെ അറിയത്തില്ല ഇയാൾ എന്താ പറയുന്നതെന്ന്. ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടാണ് ബെറ്റ് വെച്ചത്, 1 കോടി രൂപയൊക്കെ ബെറ്റ് വെച്ചത്. ഞാൻ തോറ്റ് കഴിഞ്ഞാൽ 1 കോടി രൂപ ബെറ്റ് വെച്ചത്. പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ അതൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. PC ജോർജിൻ്റെ ബെറ്റും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ പുള്ളി പൂഞ്ഞാറിൽ തന്നെ കാണുന്ന ഒരു ഡൗട്ടുണ്ട്. കാരണം പൂഞ്ഞാറുകാർ ഇനി PC ജോർജിനെ കൊണ്ടുവരത്തില്ല, അത് വേറെ കാര്യം. PC ജോർജിന് 1 വോട്ട് പോലും പൂഞ്ഞാറുകാർ കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ആ പ്രസ്ഥാനത്തിനെ ഈ പറഞ്ഞിട്ടുള്ള പൊക്കി പൊക്കി പറഞ്ഞ് അങ്ങ് മേലെ വരെ എത്തിച്ചിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നത്? PC ജോർജിനെ പോലുള്ള ആളുകൾ ചിലപ്പം ഭരണം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം എത്തുമ്പോഴും അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും പിന്നെ നേരെ കൊണ്ട് തിരിയുന്നതാണ്. ഈ പ്രസ്ഥാനം കാരണമാണ് തോറ്റത്, ഈ പ്രസ്ഥാനത്തിലുള്ള നേതാക്കൾ കാരണമാണ് തോറ്റത്, അയാൾ കാരണമാണ് തോറ്റത് എന്നൊക്കെ പറഞ്ഞ് വന്നിങ്ങനെ മെഴുകാൻ, ന്യായീകരിക്കാൻ നാണമുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലേ? അപ്പം ഇനി പ്രസ്ഥാനം ഏതാണെങ്കിലും അയാൾ ഈ പറഞ്ഞിട്ടുള്ള അയാളെ മണ്ഡലത്തിൽ നൽകിയിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും PC ജോർജിൻ്റെ ഓന്തിനെക്കാളും കഷ്ടമുള്ളൊരു ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഇതാണ് ഞാനിപ്പോൾ ഇവിടെ കണ്ടത്, അല്ലേ? എന്താ ഇങ്ങനെയൊന്നും മനുഷ്യരാവില്ല. ഒന്നുകിൽ ആ ഒരു പ്രസ്ഥാനത്തിനോട് കൂറ് കാണിക്കണം. ഒരു യഥാർത്ഥ ഒരു പാർട്ടിക്കാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ പ്രസ്ഥാനത്തിനോട് കൂറ്. അത് പ്രസ്ഥാനം ഈ ഭരണത്തിൽ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി മരണം വരെ ആ ഒരു പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ഒരു പാർട്ടിക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതുപോലുള്ള ടീംസിനെയൊക്കെ എങ്ങനെയാണ് കണ്ണടച്ച് വിശ്വസിക്കുന്നത്, അല്ലേ? ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഒരു വീഡിയോ വെച്ച് തരാം. നമ്മൾ കണ്ടതാണ് PC ജോർജ് തോറ്റതിന് ശേഷം UDF-ൻ്റെ പ്രവർത്തകർ PC ജോർജിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ചെന്നിരുന്നിട്ട് കൂകി വിളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. PC ജോർജ് ആണെങ്കിൽ തെറിയൊക്കെ വിളിക്കുന്ന നമ്മൾ കണ്ടതാണ്. എന്നാലും അതും കൂടെ ഞാൻ ഇവിടെ ശരി, നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, എന്തൊരു തെറിയാണല്ലേ. പിന്നെ എങ്ങനെ ജനങ്ങൾ വോട്ട് കൊടുക്കുമേ? ഇപ്പം PC ജോർജിനെ പോലുള്ള ആളുകളൊക്കെ ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ചാടി അങ്ങോട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സീറ്റിന് വേണ്ടി മാത്രമാണ്. അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ BJP-യെ പൊക്കി അങ്ങേ അറ്റം പൊക്കി നടന്നൊരു വ്യക്തിയാണ് PC ജോർജ്. അവസാനം ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് PC ജോർജിൻ്റെ തനി ഗുണം വെളിയിൽ വന്ന് ഞാൻ സ്വതന്ത്രനായിട്ട് നിന്നായിരുന്നെങ്കിൽ ഞാനങ്ങ് ജയിച്ചങ്ങ് മറിച്ചെന്നുള്ള രീതിയിലാണ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് അങ്ങോട്ട് തള്ളുന്നത്. അങ്ങനെ സ്വയം അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ലല്ലോ. ജനങ്ങൾ വോട്ട് തന്നാൽ മാത്രമാണല്ലോ ജയിക്കുന്നത്. അതും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. PC ജോർജിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലിലൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.